ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി. ഒരു വികൃതി ഉള്ള ഒരു കുട്ടിയായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. എപ്പോഴും അവൻ എന്തിനോ പറ്റി ചിന്തിച്ചിരിക്കുന്നുണ്ട്. വളരെ ശാന്തനായിരുന്നില്ല. നല്ലതരം വികൃതി തന്നെ അവന്റെ കയ്യിലുണ്ട് ഇല്ലേ? നമുക്ക് മനസ്സിലായി അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ ചെയ്തിരുന്നത്? ദൈവത്തിന് വീട്ടിൽ പൂജ നടത്തുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതായ സാധനങ്ങൾ ആദ്യമേ എടുത്ത് കഴിക്കും. എന്നിട്ട് എന്താ പറയാ? ഈശ്വരന് എന്നോട് താല്പര്യമാകും, ഞാൻ കുട്ടിയല്ലേ, കുട്ടികൾ കഴിക്കുന്നത് ഈശ്വരന് ഇഷ്ടമാണ്, ആദ്യം ഞാൻ കഴിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പിന്നെ എന്താണ് അവന്റെ പരിപാടി? അന്ന് ഞാൻ പറഞ്ഞു, മുതിർന്ന ജാതിയെന്നും താഴ്ന്ന ജാതിയെന്നും ജാതിയുടെ പേരിൽ വിവേചനം ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ താഴ്ന്ന ജാതിക്കാരായ ആളുകളെ ഓടിച്ചെന്ന് തൊട്ടിട്ട് വീട്ടിലുള്ള ആൾക്കാരെ വന്ന് തൊടും. കുളിക്കാതെ വന്നിട്ട് തൊടും. അവരെ തൊട്ട് കഴിഞ്ഞാൽ കുളിക്കണം എന്നാണ് അന്നത്തെ രീതി. കുളിക്കാതെ വന്ന് ഇവരെ തൊടും. ആ തൊടുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ ഇവർക്ക് ദേഷ്യം വരും. ആ ദേഷ്യം കാണുക എന്ന് പറയുന്നത് ഇവനൊരു വലിയ വിനോദമായിരുന്നു. അത്ര വരെയാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. നമുക്ക് ബാക്കി ഭാഗം വായിക്കാം. എടുത്തോലോ. പേജ് നമ്പർ 45 ലാസ്റ്റ് പാരഗ്രാഫാണ് ഞാൻ വായിക്കുന്നത്. ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാഴ്ചകൾ, ഇതെല്ലാം അവൻ സൂക്ഷ്മമായി ശ്രദ്ധിക്കും. അവൻ ചുറ്റുപാടും നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അത് നന്നായി സൂക്ഷ്മമായിട്ട് അതിനെപ്പറ്റി ശ്രദ്ധിക്കും. ആളുകളുടെ സംഭാഷണം, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലത് മനസ്സിലാകും, പലതും പിടികിട്ടില്ല, എന്നാലും ശ്രദ്ധിക്കും. മനസ്സിലാകാത്തതിനെ പറ്റി ആവുന്ന പോലെ ആലോചിക്കും. നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ചില സെന്റൻസുകളുണ്ട്, ചില സംഭാഷണങ്ങളുണ്ട്. ആ സംഭാഷണങ്ങൾ പിന്നെയും പല സമയത്തും പറയും. അപ്പോൾ ഇതിനോട് ഒത്തുനോക്കി ശ്രദ്ധിക്കും. അന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഈ ജാതിയുടെ പേരിലുള്ള ഇങ്ങനെ അയിത്തം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യരെല്ലാം ഒന്നല്ലേ? എല്ലാ മനുഷ്യരുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം ഒന്നല്ലേ? എന്തിനാണ് ഇവർക്കുള്ള വിവേചനം? അങ്ങനെ ഒരുപാട് ചിന്തകൾ അവന്റെ മനസ്സിൽ ഉണ്ട്. സമപ്രായത്തിലുള്ള കുട്ടികൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ വലിയ വായിൽ നിലവിളിക്കുമ്പോൾ ഈ കുട്ടി മാത്രം ഏതോ മനോരാജ്യത്തിൽ മുഴുകി ഇരിക്കും. അങ്ങനെ കരയാറില്ല. പിന്നെ സ്വഭാവം എന്താ? സമപ്രായത്തിലുള്ള ആൾക്കാരെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ഇങ്ങനെ സംസാരിക്കും. അത് എവിടെയാണ് സംസാരിക്കേണ്ടത്? മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം, അച്ഛനമ്മമാരോട് എങ്ങനെ സംസാരിക്കണം, സമപ്രായക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്നൊന്നും നോക്കാതെ ഇഷ്ടം പോലെ സംസാരിക്കും. അപ്പം മുതിർന്നവരോട് നമ്മൾ കുട്ടികളുടെ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സംഭാഷണങ്ങളുണ്ട്. ചിലപ്പോൾ മുതിർന്നവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിക്കുക, അതൊന്നും നമ്മൾ പാടില്ല. അപ്പം എങ്ങനെയാണ് ഒരാളോടത്ത് സംസാരിക്കേണ്ടത്? അത് ചില കുട്ടികൾ, അവന്റെ സമപ്രായക്കാർക്ക് അതിനുള്ള ബോധമില്ല, എങ്ങനെയാ സംസാരിക്കണമെന്ന രീതി അവനറിയില്ല. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഈ കാര്യത്തിലൊക്കെ വളരെ അവൻ സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ. സംസാരിക്കാതെ വളരെ ശാന്തനായിരിക്കും. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച് കേൾക്കും. അങ്ങനെ കരയാറില്ല. കുട്ടികളാണ് പെട്ടെന്ന് സന്തോഷം വരും, അതേപോലെ സങ്കടം വരും. പക്ഷെ ഇവന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ കരയാറില്ല. ആ ഇടയ്ക്കാണ് നാണുവിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. ആരാണ് നാണു? നാണു നമുക്കറിയാം, ശ്രീനാരായണ ഗുരു. നാരായണൻ എന്നതിന്റെ ചെറിയ രൂപമാണ് നാണു. അവനെ വീട്ടിൽ വിളിച്ചിരുന്ന പേര് നാണു എന്നാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിനെ വീട്ടിൽ വിളിച്ചിരുന്ന പേരെന്തായിരുന്നു? നാണു. ഇവന്റെ വീട്ടിലെ ആ സമയത്ത് നാണുവിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. നാണു എന്ന് പറഞ്ഞാൽ ആരുടെ വീട്ടിലാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത്. എന്താണ് ഉണ്ടായതെന്ന് അവന് ഒട്ടും മനസ്സിലായില്ല. വീട്ടിലാകെ വലിയ കോലാഹലം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിന്റെ അവസ്ഥ നമുക്കറിയാം. ആകെ ബഹളാണ്, കരച്ചിലാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടം. ബന്ധുക്കൾ വരുന്നു, നാട്ടുകാർ വരുന്നു, വീട്ടുകാർ വരുന്നു, ആ വ്യക്തിയെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. കുടുംബാംഗങ്ങളെല്ലാം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പൊ മരിച്ച അവളെ നമ്മൾ കാണാൻ പോകുമ്പോൾ വീട്ടിലേക്ക് അവരുടെ ബന്ധുക്കളുടെ കരച്ചിൽ ദൂരെ എവിടെയും കേൾക്കാൻ പറ്റില്ലേ? അവരെ പറ്റി എന്തൊക്കെയോ കാര്യങ്ങൾ അവരുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ബന്ധുക്കള് കരയുന്നുണ്ട്. വീട്ടുകാർ മാത്രമല്ല, വന്നു കയറുന്ന ബന്ധുജനങ്ങളും നിലവിളിക്കുന്നു. അയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്
പറഞ്ഞ് ഈ വീട്ടിലിരിക്കുന്ന ബന്ധുക്കൾ മാത്രമല്ല വന്നു കയറുന്ന അവരുടെ ബന്ധുക്കളടക്കം അയാളെ പറ്റി കാര്യങ്ങൾ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. നിലവിളിക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുന്നതിന് പറയുന്നതാണ് നിലവിളിക്കുന്നത്. മരിച്ചുപോയ ആളിന്റെ നന്മകൾ വിളിച്ചു പറയുന്ന കണ്ണാക്കിന്റെ ബഹളം. കണ്ണാക്ക് കാണുക എന്ന് പറഞ്ഞാൽ മരിച്ച ആളെ കാണാൻ വരുന്നതിനെയാണ് കണ്ണാക്ക് കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരിച്ച ആളെ പറ്റിയിട്ടുള്ള അയാളുടെ നല്ല ഗുണങ്ങളെ പറ്റിയിട്ട് ഓരോരുത്തരും പറഞ്ഞ് വരുന്ന വീട്ടുകാർ കരയുന്നു, ബന്ധുക്കൾ കരയുന്നു, അങ്ങനെ വീട്ടിലെ ആകെ ബഹളം. എന്താണ് ഇങ്ങനെ കരയുന്നത് എന്ന് ആർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല? നമ്മുടെ നാണുവിനെ പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ മരിച്ചുപോയ ആളിന്റെ നന്മകൾ വിളിച്ചു പറയണം, നല്ല കാര്യം മാത്രമേ വിളിച്ചു പറയുന്നുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഒരാൾ മരിച്ചു എന്ന് കഴിക്കുമ്പോൾ അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കരയേണ്ടത് എന്താണ് എന്ന് നമ്മുടെ നാണുവിനെ മനസ്സിലായിട്ടില്ല. ചിന്താശീലനായ നമ്മുടെ കുട്ടിക്ക് മാത്രം എന്തിനാണ് ഈ കരച്ചിലെന്ന് മനസ്സിലായില്ല. അവനൊട്ടും കരഞ്ഞതുമില്ല. അവൻ ഇതെല്ലാം നോക്കി കാണുകയായിരുന്നു. അവൻ എന്തായിരുന്നു, ഈ വരുന്ന ഓരോ ആൾക്കാരുടെ അവരെന്തൊക്കെയാണ് പറയുന്നത്, എന്താണ് അവിടുത്തെ പ്രശ്നം, എന്താണ് എന്ന്, ഈ കരയുന്നതിന്റെ കാരണം എന്താണ് എന്നാണ് അവൻ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ക്ലാസ് അവസാനിക്കുകയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. നന്ദി, നമസ്കാരം.